ഹലോ ഗൈസ്, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് കേരള കൺസർവേഷൻ ഓഫ് പാഡി ലാൻഡ് ആൻഡ് വെറ്റ്ലാൻഡ് ആക്ട് 2008. ഈ ആക്ടിനെ കുറിച്ച് നമുക്കൊരു കഥ പോലെ പഠിക്കാം. ഇനി ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രാമത്തിൽ ധാരാളം പാഡി ഫീൽഡ്സും വെറ്റ്ലാൻഡും ഉണ്ടായിരുന്നു. പാഡി ഫീൽഡിൻ്റെ നെൽകൃഷി നടക്കുന്നുവെന്നും പിന്നെ വെറ്റ്ലാൻഡിൽ മുഴുവൻ മഴവെള്ളം സംഭരിക്കുകയും വെള്ളപ്പൊക്കം കുറയ്ക്കുകയും പിന്നെ പക്ഷികളുടെയും മൃഗങ്ങളുടെയൊക്കെ വാസസ്ഥലമായ പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. പിന്നെ ആളുകൾ വീടും ഫ്ലാറ്റ്സും മാൾസും ഉണ്ടാക്കാൻ ഈ ഭൂമിനെ മണ്ണിട്ട് നികത്തി. അതിൻ്റെ ഫലമായിട്ട് വെള്ളപ്പൊക്കം വർദ്ധിച്ചു, ജലക്ഷാമം ഉണ്ടായി, പിന്നെ പക്ഷികളും മൃഗങ്ങളും വാസസ്ഥലം നഷ്ടപ്പെട്ടു, നെല്ലുൽപാദനം കുറഞ്ഞു. അതുകൊണ്ട് ഗവൺമെൻറ് കേരള കൺസർവേഷൻ ഓഫ് പാഡി ലാൻഡ് ആൻഡ് വെറ്റ്ലാൻഡ് ആക്ട് 2008 കൊണ്ടുവന്നതാണ് ലക്ഷ്യങ്ങളാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാഡി ലാൻഡും വെറ്റ്ലാൻഡും സംരക്ഷിക്കുക, കൃഷി പ്രോത്സാഹിപ്പിക്കുക, എക്കോളജിക്കൽ ബാലൻസ് നിലനിർത്തുക, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഉറപ്പിക്കുക, ഇങ്ങനെ ചെയ്തു. ഇനി ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. ഈ ആക്ടിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നത് പ്രിവെൻറ്റ് കൺവേർഷൻ, അതായത് നെൽപ്പാടവും പിന്നെ വെറ്റ്ലാൻഡ്സും അനാവശ്യമായി നികത്തുന്നത് തടയുക. പിന്നെ പറയുന്നത് പ്രൊട്ടക്റ്റ് അഗ്രികൾച്ചർ, അതായത് കൃഷിക്ക് ഭൂമി സംരക്ഷിക്കുക. പിന്നെ പ്രൊട്ടക്റ്റ് വെറ്റ്ലാൻഡ്സ്. പിന്നെ പറയുന്നത് പ്രൊട്ടക്റ്റ് വെറ്റ്ലാൻഡ്സ് ആണ്. അതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വെറ്റ്ലാൻഡ്സിനെ മഴവെള്ളം വെച്ച് സംഭരിക്കുക. പിന്നെ മെയിൻറ്റെയിൻ ഗ്രൗണ്ട് വാട്ടേഴ്സ്, അതിലെ ഭൂമിക്ക് ജലം നിലനിർത്താൻ, അതായത് ഗ്രൗണ്ട് വാട്ടേഴ്സിലെ ജലം നിലനിർത്താൻ സഹായിക്കുക. പിന്നെ പറയുന്നതാണ് പ്രൊട്ടക്റ്റ് ഫ്ലഡ്സ്, അധിക മഴ വെള്ളം വലിച്ച് എടുക്കുന്നത് കൊണ്ട് വെള്ളപ്പൊക്കം കുറയുന്നു. പിന്നെ പ്രൊട്ടക്റ്റ് ബയോഡൈവേഴ്സിറ്റി, അതായത് ബേർഡ്സും ഫിഷും ഒക്കെ മറ്റ് ജീവികളും സംരക്ഷിക്കപ്പെടണം. പിന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വികസനവും പരിസ്ഥിതിയും സംരക്ഷണവും ഒരുമിച്ച് നടക്കണം. പിന്നെ റെഗുലേറ്റ് ലാൻഡ് യൂസ്, ഇതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കൃഷിഭൂമി അനധികൃതമായി വീടുകളും കെട്ടിടങ്ങളും ഒക്കെ ആക്കുന്നത് നിയന്ത്രിക്കുക എന്നാണ് ഇതിൽ പറയുന്നത്. ഇനി സ്കോപ്പ് ഓഫ് ദി ആക്ട്, എന്തൊക്കെ സ്കോപ്പാണ് ഈ ആക്ടിലുള്ളത്? ഇതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ തന്നെ ഈ ആക്ടിൽ അപ്ലൈ തന്നെ സെക്ഷൻ 2 ക്ലോസ് 12 ആണ്. പാഡി ലാൻഡാണ്. ഇതിൽ പറഞ്ഞാൽ പാഡി ഫീൽഡ് ചെയ്യുന്ന ഭൂമിയോ നെൽകൃഷി കഴിയുന്ന ഭൂമിയോ, അത് പാഡി ഫീൽഡ് ചെയ്യാൻ കഴിയുന്ന ഭൂമിയാണ് പാഡി ലാൻഡ്. പിന്നെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ക്ലോസ് 17 പറയുന്നത് വെറ്റ്ലാൻഡിനെ കുറിച്ചാണ്. അതിൽ പറയുന്നത് ലാൻഡിൻ്റെയും വാട്ടറിൻ്റെ ഇടയിലുള്ള പരിസ്ഥിതിക്ക് വളരെ പ്രധാനമായ ഭൂമിയാണ് വെറ്റ്ലാൻഡ് എന്ന് പറയുന്നത്. പിന്നെ സെക്ഷൻ 3 പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആക്ട് അനുവദിക്കാതെ പാഡി ലാൻഡ് അല്ലെങ്കിൽ വെറ്റ്ലാൻഡ് നികത്താനോ മാറ്റാനോ പറ്റില്ല. സെക്ഷൻ 5 പറയുന്നത് ലോക്കൽ ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റി, ഇതിൽ ലോക്കൽ ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റി ഒരു ക്ലാസ് മോണിറ്റർ പോലെ പ്രവർത്തിക്കുന്നു. അതിൻ്റെ ജോലികളാണ് പാഡി ലാൻഡ് കണ്ടെത്തുക, വെറ്റ്ലാൻഡ് കണ്ടെത്തുക, ഡാറ്റാ ബാങ്ക് തയ്യാറാക്കുക, പിന്നെ ലോ വയലേഷൻ കണ്ടെത്തുക, ഗവൺമെൻറ്റിനെ സഹായിക്കുക. അടുത്ത ഡാറ്റാ ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റൻഡൻസ് രജിസ്റ്റർ പോലെയാണ്. ആ പ്രദേശത്തെ ഉള്ള പാഡി ലാൻഡ്സും വെറ്റ്ലാൻഡ്സിനെയും രക്ഷപ്പെടുത്തുന്നു. പിന്നെ സെക്ഷൻ 30 പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനധികൃതമായിട്ട് ലാൻഡ് റീസ്റ്റോർഡ് ചെയ്യുകയോ പഴയ നിലയിലേക്ക് തിരിച്ചു കൊണ്ടുവരാം എന്നാണ് പറയുന്നത്. പിന്നെ സെക്ഷൻ 27A പറയുന്നത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം ഭൂമിയുടെ ഉപയോഗം മാറ്റാൻ പെർമിഷൻ ലഭിക്കും എന്ന് പറയുന്നു. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് ദി ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആക്ടിലെ വളരെ പ്രധാനമായ കാരണമാണ്
നെല്ലുൽപാദനം വർദ്ധിപ്പിക്കുന്നു, മഴവെള്ളം സംഭരിക്കുന്നു, പിന്നെ ഗ്രൗണ്ട് വാട്ടർ ജലം വർദ്ധിപ്പിക്കുന്നു, പിന്നെ വെള്ളപ്പൊക്കം കുറയുന്നു, പിന്നെ ബയോഡൈവേഴ്സിറ്റി സംരക്ഷിക്കുന്നു, ഭാവി തലമുറയിൽ കൃഷിഭൂമി ഉറപ്പാക്കുന്നു, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് പ്രോത്സാഹിപ്പിക്കുന്നു. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആക്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ആക്ടില്ല. പിന്നെ ക്രിട്ടിക്കൽ ഇവാലുവേഷനിൽ പറയുന്നത് അതിന് അഡ്വാൻറ്റേജസ് ഉണ്ട്. അഡ്വാൻറ്റേജിൽ പറയുന്നതാണ് അനധികൃതമായിട്ട് നികത്തൽ കുറഞ്ഞു, ഡാറ്റാ ബാങ്ക് കൊണ്ട് പാഡി ലാൻഡ്സ് കണ്ടെത്താൻ എളുപ്പമായി, പിന്നെ LLMC നല്ല മോണിറ്ററിങ് നടത്തുന്നു, ഇല്ലീഗൽ കൺവേർഷൻ നടന്നാൽ റീസ്റ്റോർ ചെയ്യാം, പിന്നെ പരിസ്ഥിതി സംരക്ഷണ ബോധം വർദ്ധിച്ചു, കൃഷിഭൂമി സംരക്ഷിക്കപ്പെടുന്നു, പിന്നെ എക്കോളജിക്കൽ ബാലൻസ് നിലനിർത്തുന്നു. പിന്നെ ക്രിറ്റിസിസം എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാൻഡ് ഓണേഴ്സിന് അവകാശമുള്ള കുറച്ച് നിയന്ത്രിക്കപ്പെടുന്നു, വർഷങ്ങളായി കൃഷിയില്ലാത്ത ഭൂമിയിൽ ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടുന്നു, സെക്ഷൻ 27A പെർമിഷൻ ലഭിക്കാൻ സമയം എടുക്കുന്നു, വീണ്ടും ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റും വൈകുന്നു, നികത്തൽ തടഞ്ഞാൽ മാത്രം കൃഷി തിരിച്ചു വരില്ല എന്നും പിന്നെ കർഷകർക്ക് സപ്പോർട്ട് വേണമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഓവറോൾ ഒപ്പീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിമർശനങ്ങളുണ്ടെങ്കിലും ക്ലൈമറ്റ് ചേഞ്ചും വെള്ളപ്പൊക്കമുള്ള ഈ കാലത്ത് പരിസ്ഥിതി സംരക്ഷണം ഏറ്റവും പ്രധാനമാണെന്നാണ് പറയുന്നത്. ഇനി ലാൻഡ്മാർക്ക് കേസുകളാണ്. റവന്യൂ ഡിവിഷൻ ഓഫീസർ വേഴ്സസ് ജലജ ദിലീപ്. അതിൽ പറഞ്ഞ സുപ്രീം കോർട്ട് പറഞ്ഞത് ഈ ആക്ട് സ്ട്രിക്റ്റായി ഫോളോ ചെയ്യണം. ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടുന്ന ഭൂമി റവന്യൂ റെക്കോർഡ്സ് വേറെ പറഞ്ഞാലും ഇഷ്ടം പോലെ മാറ്റാൻ പറ്റില്ല. ഇതിൻ്റെ പ്രിൻസിപ്പൽ ഡാറ്റാ ബാങ്ക് വളരെ പ്രധാനമാണ്. പിന്നെ പുറയ്ക്കൽ ജോസഫ് വേഴ്സസ് സബ് കളക്ടർ. അതായത് കോർട്ട് സെക്ഷൻ 27A പെർമിഷൻ പ്രൊസീജിയർ വ്യക്തമായി വിവരിച്ചിട്ടുണ്ട്. അതായത് ലാൻഡ് ഓണറുടെ അവകാശവും പരിസ്ഥിതി സംരക്ഷണവും തമ്മിൽ ബാലൻസ് വേണമെന്ന് പറഞ്ഞു. പിന്നെ ലോക്കൽ ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റി വേഴ്സസ് മറിയുമ്മ. അതിൽ പറഞ്ഞു കഴിഞ്ഞാൽ കോർട്ട് LLMCയുടെ അധികാരങ്ങൾ ചുമതലകളും വിവരിച്ചു. പാഡി ലാൻഡ്സ് കണ്ടെത്താനും സംരക്ഷിക്കാനും LLMCക്ക് വലിയ പങ്കുണ്ടെന്ന് പറഞ്ഞു. ഇത് കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ കേരള കൺസർവേഷൻ ഓഫ് പാഡി ലാൻഡ് ആൻഡ് വെറ്റ്ലാൻഡ് ആക്ട് 2008 കേരളയിലെ പാഡി ലാൻഡും വെറ്റ്ലാൻഡും സംരക്ഷിക്കുന്ന വളരെ പ്രധാനപ്പെട്ട നിയമമാണ്. സെക്ഷൻ 2 clause 12 clause 17 3, 5, 13, 19, 20, 27A വഴി അനധികൃത കൺവേർഷൻ തടയുകയും കൃഷി സംരക്ഷിക്കുകയും ബയോഡൈവേഴ്സിറ്റി സംരക്ഷിക്കുകയും നിലനിർത്തുകയും സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. പ്രോപ്പർട്ടി റൈറ്റ്സ് നിയന്ത്രിക്കുന്നു. പെർമിഷൻ ലഭിക്കുന്ന സമയം എടുക്കുന്നു എന്ന വിമർശനങ്ങളുണ്ടെങ്കിലും പരിസ്ഥിതി സംരക്ഷണത്തിലും ഫ്ലഡ് പ്രിവെൻഷനിലും ഗ്രൗണ്ട് വാട്ടർ പ്രൊട്ടക്ഷനിലും ഫുഡ് സെക്യൂരിറ്റിയിലും ഭാവി തലമുറയിലും കഷ്ടമത്തിലും ഈ ആക്ട് പങ്ക് വളരെ വലുതാണ്. അതുകൊണ്ട് ഈ ആക്ട് ഡെവലപ്മെൻറ്റിനായി എൻവയോൺമെൻറ്റ് സസ്റ്റൈനബിലിറ്റി ആയിട്ട് തമ്മിൽ ബാലൻസ് നിലനിർത്തുന്ന ഒരു ലാൻഡ്മാർക്ക് ലെജിസ്ലേഷനാണ്. അപ്പോൾ ഇതിൽ ഷോർട്ടായിട്ട് പറഞ്ഞ സെക്ഷൻ 2 clause 12 ഡെഫിനിഷൻ ഓഫ് പാഡി ലാൻഡ് പറയുന്നത്, സെക്ഷൻ 2 clause 17 ഡെഫിനിഷൻ ഓഫ് വെറ്റ് ലാൻഡ്, സെക്ഷൻ 3 പ്രോഹിബിഷൻ ഓഫ് കൺവേർഷൻ ഓർ റീക്ലമേഷൻ, സെക്ഷൻ 5 LLMCനെ കുറിച്ച് പറഞ്ഞു, സെക്ഷൻ 30 റീസ്റ്റോറേഷൻ, സെക്ഷൻ 19 ആൻഡ് 20 പെനാൽറ്റീസും എൻഫോഴ്സ്മെൻറ്റിനെ കുറിച്ചും പറയുന്നു. പിന്നെ സെക്ഷൻ 27A പെർമിഷൻ ഫോർ ചേഞ്ച് ഓഫ് നേച്ചർ യൂസ് ഓഫ് ലാൻഡ്. ഇത്രയാണ് ഈ ടോപ്പിക്കിൽ പറയുന്നത്. താങ്ക് യു.